നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു അന്യായം നമ്മുടെ മൊബൈലിന്റെ ക്യാമറയിൽ പകർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് എന്ന നിലയിൽ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ സീക്രട്ട് വീഡിയോ റെക്കോർഡറാണ്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അക്സെപ്റ്റ് എന്ന് കാണിക്കും, അവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. വീണ്ടും അതേ ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഓവർലേ പെർമിഷൻ കൂടി ചോദിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. മുകളിലും 3 ഓപ്ഷനുകളുണ്ട്. മുകളിലത്തെ ഓപ്ഷൻ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല, ഒരുപാട് ലെങ്ത് കൂടും വീഡിയോക്ക്. താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമ്മളിപ്പോൾ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ 3ാമത്തെ ഓപ്ഷൻ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് കാണും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ലോങ് വീഡിയോ വേണമെങ്കിൽ നമുക്കങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. വളരെ ലോങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം, പക്ഷേ ക്ലാരിറ്റി കുറച്ച് കുറയുമെന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ കീപ്പ് റണ്ണിങ് സ്മൂത്ത്ലി, അതുപോലെ തന്നെ വീഡിയോ ഡേറ്റ് വേണമെങ്കിൽ ഇവിടെ ഡേറ്റ് നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്താൽ ഡേറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സേവ് ഗൂഗിൾ ഡ്രൈവ്, ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യണോ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങളുടെ ഗൂഗിൾ ID ഇവിടെ കാണിക്കും, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ കൊടുത്തത്. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് ടു ഡ്രോപ്പ് ബോക്സ് എന്ന ഭാഗമുണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഡിലേറ്റ് ലോക്കൽ ഫയൽ, ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇത് സേവ് ആകുമ്പോൾ ലോക്കൽ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആകുകയും ചെയ്യും. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷൻ ഉള്ളത് വോളിയം കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ. അത് നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വോളിയം കീ പ്രസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യണം അതിവിടെ താഴെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 1, 2, 3 ഉണ്ട്. ഒരു പ്രാവശ്യം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില മൊബൈലിൽ അത് വർക്ക് ആവില്ല കേട്ടോ. നിങ്ങൾ ഏതായാലും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, അതായത് എത്ര പ്രാവശ്യം വോളിയം കീ പ്രസ് ചെയ്യുമ്പോൾ റെക്കോർഡ് സ്റ്റോപ്പ് ആകണം, അതും സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ ആക്ടിവേറ്റ് പവർ കീ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതും നിങ്ങൾക്ക് ഇവിടെ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ ഹാർഡ്വെയർ കീ വിൽ വർക്ക്, അത് നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ തൊട്ട് താഴെ ഇവിടെ വോയിസ് കമാൻഡ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ എഴുതിയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ആവും കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇപ്പോൾ റെക്കോർഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആവും. അങ്ങനെയുള്ള ഓപ്ഷനാണ്. അതിന് ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ഡയറക്ടറി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇൻറ്റർണൽ സ്റ്റോറേജ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്താൽ മതി. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ ടേൺ ഓഫ് ക്യാമറ ബീപ്പ് സൗണ്ട്, അത് നിങ്ങൾക്ക് സൗണ്ട് വേണ്ട എങ്കിൽ ഇവിടെ ടേൺ ഓഫ് കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം റെക്കോർഡ് ടൈം 30 മിനിറ്റ് ആണ്. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ ഇതുപോലെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒറ്റ ടേക്കിൽ തന്നെ നിങ്ങൾക്ക് 30 മിനിറ്റോളം നിങ്ങൾക്ക്, അതായത് അരമണിക്കൂറോളം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും റെക്കോർഡ് ആവും കേട്ടോ. ഇവിടെ കണ്ടോ, റിപ്പീറ്റ് റെക്കോർഡിംഗ് അൺലിമിറ്റഡ്, അത് സെലക്ട് ചെയ്തിട്ട് അൺലിമിറ്റഡ് തന്നെ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും റെക്കോർഡ് ആവും. പിന്നെയും നിങ്ങൾക്ക് 30 മിനിറ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അൺലിമിറ്റഡിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴെ ആപ്പ് പാസ്വേഡ്, ഇതിനൊരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുത്തിട്ട് ഇതിന് നല്ലൊരു പാസ്വേഡ്, ഞാനിപ്പോൾ 1 2 3 4 കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പാസ്വേഡായി. കാരണം ഇതിൽ റെക്കോർഡ് ചെയ്തത് നമുക്ക് ചിലപ്പോൾ ഗാലറിയിൽ സൂക്ഷിക്കേണ്ടതെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നമുക്ക് താഴെ നമുക്കിതിൻ്റെ ഐക്കൺ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ചൂസ് ഐക്കൺ, നിങ്ങൾക്ക് ഏത് ഐക്കണാണ് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യം പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇങ്ങനെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നത് കാണണ്ട എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഐക്കൺ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ ഞാൻ സെലക്ട് ചെയ്യാണ്. ആ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് വരാം. ഇവിടെ 2 ഓപ്ഷൻ കണ്ടല്ലോ, അതായത് വൈബ്രേറ്റ് ദെൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ്, വൈബ്രേറ്റ് വെൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ്, അത് രണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. ഫയൽ നെയിം, അതുപോലെ തന്നെ ഇവിടെ ഷോ ടൈമർ, അതൊക്കെ ടിക്ക് മാർക്കിൽ തന്നെ നിന്നോട്ടെ. ഓക്കെ,
അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. ഇവിടെ കണ്ടോ ഷോ റെക്കോർഡിംഗ് വീഡിയോ ഇൻ ഗാലറിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ ഷേക്കിംഗ്, ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഷേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഷേക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അത് എൻ്റെ മൊബൈൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ക്യാമറ ഡയറക്ഷൻ, അതുപോലെ തന്നെ ബാക്കാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4K ക്വാളിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. പിന്നെ ഓഡിയോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ഇവിടെ ഞാനിപ്പോൾ ക്യാം കോഡറാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഫ്ലാഷ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറ സൂം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സൂമിൽ കണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് ബാലൻസ്, വീഡിയോ ബിഡ് റേറ്റ്, അതുപോലെ തന്നെ ഓഡിയോ ബിഡ് റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പറഞ്ഞാൽ തീരില്ല, അത്രയും കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഫാസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ താഴെ ക്യാമറ പ്രീവ്യൂ ഇൻ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ, അതിൻ്റെ ഐക്കണും മാറ്റാൻ സാധിക്കും കേട്ടോ. അതിൻ്റെ താഴെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ആ ഐക്കണും നമുക്ക് വേണമെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് അത് മാറ്റാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ബാക്ക് വരികയാണ്. ഇപ്പം പാസ്വേഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് ആ പാസ്വേഡ് കൊടുത്തു. ഇനി നമുക്കിത് റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ മൊബൈൽ ഒന്ന് ഷേക്ക് ചെയ്യാണ് കേട്ടോ. ഷേക്ക് ചെയ്ത ഉടനെ തന്നെ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് നമുക്ക് ഹൈഡായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ലോക്ക് ചെയ്യാണ്. ഇപ്പം നേരെ ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, മൊബൈൽ ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഷേക്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അറിയുന്നുണ്ട് കേട്ടോ വൈബ്രേറ്റ്. ഇപ്പോൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ബാക്ക് ഭാഗത്ത് ഇപ്പോൾ കൈ ഇതുപോലെ ചലിപ്പിച്ചു. അതൊക്കെ റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ മൊബൈൽ ലോക്കിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇവിടെ ഷേക്ക് ചെയ്തു. അപ്പോൾ വൈബ്രേറ്റ് അടിച്ചു. ഇപ്പോൾ അതിൻ്റെ റെക്കോർഡ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ വീണ്ടും തുറന്നിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നോക്കാം. ഇവിടെ ഈ ഭാഗത്ത് 2 റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്തതും ഇപ്പോൾ ഞാൻ കൈവച്ചിട്ട് റെക്കോർഡ് ചെയ്തതും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്യാം. ഏതെങ്കിലും ഒരു വീഡിയോ പ്ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഇപ്പം വീഡിയോ പ്ലെയർ ഇതുപോലെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നേരെ പ്ലേ ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ആ റെക്കോർഡിങ് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ റെക്കോർഡിങ് ഞാനിപ്പോൾ കൈ അടിയിൽ വെച്ചിട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടില്ലേ. ഞാനിപ്പോൾ വീഡിയോ പ്ലെയർ സെലക്ട് ചെയ്തു. അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കൈ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചലിപ്പിച്ചതൊക്കെ. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ലോക്ക് സ്ക്രീനിലും ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടുകൂടി നമുക്ക് ഹിഡൻ ആയിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഗാലറിയിൽ വരുന്നത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പം വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ, ഇത് ആദ്യത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ ആ കൈ ചലിപ്പിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തിയത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ, ഞാനിപ്പോൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്തത്, സെർച്ച് ബാറിൽ ഇൻഡ് ന്യൂസ് ഫോക്കസ് എന്ന് സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. ഏറ്റവും മുകളിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട ആ ഒരു തമ്പനയിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കിപ്പോൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ വീഡിയോയുടെ തമ്പനയിലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ റീഡ് മോർ എന്ന് ഇവിടെ ഒരു ഓറഞ്ച് കളർ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ ഇടതുവശത്ത് കാണുന്ന ഈ 3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കിട്ടും. അവിടെ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത്, ഞാനിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹിഡൻ ക്യാമറ എന്നാണ്. അപ്പോൾ ഹിഡൻ ക്യാമറ എന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്താൽ മതി, ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.